നമുക്കിന്ന് വെണ്ടക്കായും തക്കാളിയും വറുത്തരച്ച് വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ വെണ്ടക്കായ ഒന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പച്ച കളറൊന്നും പോവാതെ വേണം എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കോഴിയൊക്കെ പണ്ട് വറുത്തരച്ച് കറി വയ്ക്കും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ. അതുപോലെയുള്ളൊരു കറിയാണ്, വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെണ്ടക്കായ അതിൻ്റെ കളറ് മാറാതെ അതിൽ ആ ഒരു കൊഴുകൊഴുന്നനെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നന്നായി വഴന്ന് പോവാതിരിക്കും വേണം. അതുപോലെ വേണം ഇതെടുക്കാൻ. അപ്പോൾ നമ്മൾ നിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ വഴുവഴുപ്പൊക്കെ പോയി നല്ല ഇതായിട്ട് കിട്ടും. കളറ് മാറാനും പാടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതിൻ്റെ കൂടെ ഒരു പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. ഊണഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളാം. അപ്പോൾ ഞാനതായി വന്നപ്പോൾ വെണ്ടക്കായ എടുത്ത് മാറ്റണം. ഇതുപോലെ ആവാനാൻ പാടില്ല, അതിൻ്റെ കളറൊന്നും മാറി കറുത്ത് വരാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം ഒരു 90% അത് വെന്തിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട്. അത് മാറ്റിയതിന് ശേഷം നമുക്കിനി നാളികേരം വറുത്തെടുക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് ഞാൻ ഇടുന്നത്. ഇതിൽ ചുവന്നുള്ളിയൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ അല്ലിയാണ് അതിൻ്റെ. ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആയി വന്നതിന് ശേഷം വേണം നമുക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മസാല ചേർക്കണമായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കോലം, കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, നാളികേരം ഇട്ടതിന് ശേഷം ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോനാണ് വെണ്ടക്കായ. അപ്പോൾ നാളികേരം നമുക്ക് വറുത്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ മസാല ചേർക്കണം. ഇത് സ്വല്പം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ പറഞ്ഞാൽ ഇടാവുന്നതാണ്, ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഞാനിതിൽ നേരത്തെ പറഞ്ഞ പോലെ പെരുംജീരകം ഇടുന്നില്ല, അതൊരു പൊടിയാണ് ഞാൻ ഇടുന്നത് ലാസ്റ്റ്. പെരുംജീരകമുള്ളവർക്ക് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പെരുംജീരകം ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഏലക്കായ, കരയാമ്പൂവ്, തക്കോലം, കറുവപ്പട്ട ഒക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി വറുത്തെടുക്കുക. അതിൻ്റെ ഒപ്പം പെരുംജീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പെരുംജീരകം ഞാൻ പൊടിച്ച് വെച്ചേക്കുക. അപ്പോൾ അത് കാരണം പൊടി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നാളികേരമായി വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇതിനി നമ്മൾ തണുക്കാൻ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി വീണ്ടും നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊക്കെ വാട്ടിയെടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വേണമെങ്കിൽ കറി ഉണ്ടാക്കാം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വരട്ടെ.
കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സബോളയാണ് ഞാൻ എടുക്കണം. 2 പച്ചമുളക് കീറിയിട്ടുണ്ട്, അതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. ഒരു സബോള ഇട്ടാൽ മതി. നമ്മൾ ചുവന്നുള്ളി കുറച്ച് അധികം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരു സബോള ആവശ്യമുള്ളൂ. ഇതിൽ ചുവന്നുള്ളിയാണ് അധികം ഇടേണ്ടത്. ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നമുക്കൊരു സ്വല്പമായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിതിന് ഉപയോഗിച്ചതാണ്. അതിലൊരു സ്വല്പമാണ് ഞാൻ വറുക്കുമ്പോൾ ഇട്ട് കൊടുത്തത്. അതിൻ്റെ ബാക്കി ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ. സബോള വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തക്കാളിയാണ് ഞാനതിൽ ഇട്ടത്. അപ്പോൾ അതങ്ങനെ വഴറ്റിയെടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊരു നാടൻ കറിയാണ്. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കറിയിലേക്ക് ആവശ്യമുള്ളൊരു ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു ചെറിയ സ്പൂണ്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ ഓൾറെഡി ഇത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഗരം മസാലയുടെ മറ്റേ തക്കോലം കറുവപ്പട്ടയൊക്കെ നമ്മൾ നേരത്തെ വറുക്കണതിലേക്ക് ഇട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇതിൽ ഇടാൻ കാരണം. 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ പച്ചമണം പോണ വരെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി അതിൽ കിടന്നിട്ട് അങ്ങനെ വഴന്ന് വന്നോളൂ. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അതൊന്നും കൂടി തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെണ്ടക്കായ വറുത്ത് വെച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും പോകാൻ പാടില്ല. പച്ച കളർ തന്നെ നിൽക്കണം. നല്ല കറിക്കൊരു ഭംഗി, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടക്കായ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം. അവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി ഒരു സ്വല്പം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാറ് കറക്റ്റ് പാകത്തിനാവും. ഇതിപ്പോൾ ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്കതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുക. ജസ്റ്റ് ഒരു തിള, കുറേ ഇട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒരു തിള നല്ലതാണ്. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. നല്ല കുറുതായ കറിയാണ്, നല്ല കുറുതായ കറി, നല്ല ടേസ്റ്റായ കറി. നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഉപ്പ് പാകമാണ്. ഇനി നമുക്ക് ഇതിനൊരു താളിപ്പും കൂടി ശരിയാക്കിയാലാണ് നമ്മുടെ കറി റെഡി ആവുള്ളൂ. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊരു താളിപ്പ് റെഡിയാക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ കറിക്ക് വലിയ ഇമ്പോർട്ടൻ്റാണ്. അതൊക്കെ ചെല്ലുമ്പോഴാണ് കറി നല്ല ടേസ്റ്റാവുന്നത്. വേറെ ഓയിലൊന്നും ഇതിനൊഴിക്കരുത്, വെളിച്ചെണ്ണ മാത്രം. നാടൻ കറിയാണ്. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 10-15 ചുവന്നുള്ളി ഉണ്ട്. അത് അരിഞ്ഞ് വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ. നമ്മൾ വറുത്തരച്ച് പണ്ട് കോഴിക്കറി ഉണ്ടാക്കും, അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ വേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമ്മളിത് ഒഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ കറി. അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കണം. അപ്പോഴാണ് ഇതൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. ഈ ചുവന്നുള്ളിയും ഇതൊക്കെ മൊരിഞ്ഞ മണം കറിയിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അതങ്ങനെ തന്നെ മൂടി വയ്ക്കുക. തുറന്ന വശം നമുക്ക് ഇപ്പോൾ 5 മിനിറ്റ് മൂടി വയ്ക്കുക. തുറന്ന വശം നമുക്ക് ഒരു സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊരു നാടൻ വെണ്ടക്കായ തക്കാളി വറുത്തരച്ച് കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കി നോക്കുക.